നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛമ്മ എന്തുണ്ടെങ്കിലും ദാമോദരേട്ടനോട് പറഞ്ഞാൽ പോരായിരുന്നു, ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടല്ല തക്കുടു. കുറച്ചു നേരം നിന്നോട് സംസാരിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നു, അത്രേ ഉള്ളൂ. നീയും അച്ഛമ്മയെ പോലെ സങ്കടപ്പെട്ട് കഴിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ പലപ്പോഴും വല്ലാതെ ഒറ്റപ്പെട്ടതായി തോന്നുമ്പോഴും ഞാൻ നിന്നെ ശല്യം ചെയ്യാൻ വരാത്തെ. അച്ഛമ്മ എന്തിനാ ഇങ്ങനെ ഒറ്റപ്പെട്ടു എന്നൊക്കെ ചിന്തിക്കുന്നത്? ഞങ്ങൾ എല്ലാവരും ഇല്ലേ ഇവിടെ? പരസ്പരം സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നവരില്ലെങ്കിൽ ഏതൊരാൾക്കൂട്ടത്തിനിടയിലും മനുഷ്യൻ തനിച്ച് തന്നെ ആയിരിക്കും. ഞങ്ങൾ ആരും അച്ഛമ്മയെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നില്ലെന്നാണോ? ഹേയ്, അങ്ങനെയൊന്നും അർത്ഥം കാണണ്ട. ഇവിടെ എല്ലാവർക്കും തിരക്കല്ലടാ മോനെ. അനുരാധക്കും നവ്യക്കും അവരുടെ കാര്യങ്ങൾ. സനു പിന്നെ കല്യാണം കഴിച്ച് അങ്ങോട്ട് പോയി. നിതീഷ് ആണെങ്കിൽ ഓഫീസ് കാര്യം എന്ന് പറഞ്ഞ് അമേരിക്കയിലേക്കും പോയി. കുറച്ച് കാര്യങ്ങളുണ്ട് അച്ഛമ്മ, അതുകൊണ്ടല്ലേ ഞാൻ അവനെ പറഞ്ഞു വിട്ടത്. 2-3 ആഴ്ച കഴിയുമ്പോ അവനിങ്ങെത്തില്ലേ? അതെ അതെ, അല്ലെങ്കിലും അവൻ എന്നോട് മിണ്ടാനും പറയാനും എപ്പോഴാ നേരം ഉണ്ടായിരുന്നത്? സത്യം പറഞ്ഞ ഈ വീട്ടിൽ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തിയിരുന്നത് ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് സുമിതമോളായിരുന്നു. അവൾ എങ്ങനെയെങ്കിലും പഴയ ജീവിതത്തിലോട്ടൊന്നും മടങ്ങി വരണമെന്ന് അവൾ അച്ഛനമ്മമാരെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ചിലപ്പോ ഞാനായിരിക്കും. അതെനിക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ ജീവിതത്തിന്റെ നന്മയും കൂടി ഓർത്തിട്ടാ. മരുന്നുകളുടെയും ചികിത്സയുടെയും കാര്യത്തിൽ യാതൊരു കുറവും വരാതെ നമ്മൾ നോക്കുന്നുണ്ടല്ലോ അച്ഛമ്മേ. അവൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒരു കുറവും നമ്മൾ വരുത്തുന്നില്ല. പക്ഷെ ആ പ്രാർത്ഥനകളൊന്നും ദൈവങ്ങൾ കേൾക്കുന്നില്ലല്ലോ, അതാ കഷ്ടം. കേൾക്കും. പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചാൽ ദൈവങ്ങൾ അത് കേൾക്കും മോനെ. ഈ കുടുംബത്തിനൊരാപത്ത് വന്നാൽ അതിൽ നിന്നും നമ്മളെ കാക്കേണ്ടവർ നമ്മുടെ പരദേവതകളാ. ഒരു ദിവസം മുഴുവൻ ജലപാനം വെടിഞ്ഞ് അവർ കുടിയിരിക്കുന്ന ക്ഷേത്രത്തിൽ ചെന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവർ കൈ വെടിയില്ല. അതുകൊണ്ട് അവൾക്ക് വേണ്ടി വ്രതം എടുത്ത് ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ തീരുമാനിച്ചു. അച്ഛമ്മയോ? അല്ലെങ്കിലേ ആരോഗ്യമില്ലാത്ത ആളാ. ഇനി ഒരു ദിവസം മുഴുവൻ പട്ടിണി കിടന്ന് അമ്പലത്തിലും കൂടെ പോവാനോ? അല്ലാതെ പിന്നെ ആരാത് ചെയ്യാൻ പോകുന്നത്? നീയോ? എന്റെ ആരോഗ്യത്തെക്കാൾ എനിക്കിപ്പോ പ്രധാനം സുമിതയുടെ ജീവിതമാ. അവൾ ആ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റേ പറ്റൂ തക്കുടൂ. അതിനിതല്ലാതെ വേറെ ഒരു മാർഗം ഞാൻ കാണുന്നില്ല. അത് ചെയ്യേണ്ടത് അച്ഛമ്മയല്ല, ഞാനാ. അന്ന് അവളും ഞാനും കൂടി പോയ കുടുംബക്ഷേത്രത്തിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഞാൻ അല്ലെങ്കിലേ തീരുമാനിച്ചതാ. ഇപ്പൊ അച്ഛമ്മയും കൂടെ അത് പറഞ്ഞ സ്ഥിതിക്ക് അതൊരു നിമിത്തം പോലെ എനിക്ക് തോന്നുക. ഞാൻ തന്നെ അത് ചെയ്തോളാം അച്ഛമ്മേ. അച്ഛമ്മ പറഞ്ഞതുപോലെ വ്രതമെടുത്തു പോയി ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. എങ്കിൽ എന്റെ പ്രാർത്ഥനയേക്കാൾ വില ഈശ്വരൻ എന്റെ തക്കുടൂന്റെ പ്രാർത്ഥനയ്ക്ക് നൽകും. ആ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഫലമുണ്ടാകും. അച്ഛമ്മക്ക് ഉറപ്പാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.